ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ കുറച്ചായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് 1-2 ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ആയിരുന്നില്ല നിങ്ങളും ഞാനൊന്നും. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലൊക്കെ ഇരിക്കുമായിരുന്നു. ഇനി സങ്കടപ്പെടാനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, പോയവർക്ക് പോയി. ഇനി നമുക്കത് നഷ്ടം നികത്താൻ കഴിയൂല. പിന്നെ പടച്ചവനോട് പറയാം, നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നതിന് സഹായിക്കുക, അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ജനിച്ചാൽ എന്നാലും ഒരു മരണമുണ്ട്, പക്ഷെ അത് ഇങ്ങനത്തെ രീതിയിലായിപ്പോയി എന്നുള്ളൂ. ഭയങ്കര ദുരന്തം ആയിപ്പോയി. അവർ ഇത്രയും കാലം ഉണ്ടാക്കി, അതായത് ഇപ്പോൾ ബാക്കിയായി ജീവനോടെ ബാക്കിയുള്ളവർക്ക് ഇത്രയും കാലം അധ്വാനിച്ചും കഷ്ടപ്പെട്ടതും ഓരോരുത്തർ ഇത്രയും കാലം നേടിയെടുത്തൊക്കെ ഒരു ഇതിൽ പോയി. വീടായാലും എല്ലാ സമ്പാദ്യങ്ങളും എല്ലാം പോയി. പക്ഷെ അല്ലാത്തവർക്കാണെങ്കിലോ ജീവൻ പോയി. ചില ആൾക്കാർക്ക് മക്കൾക്ക് ഉമ്മയും രക്ഷിതാക്കളില്ല, രക്ഷിതാക്കളുള്ളവർക്ക് മക്കളില്ല. അതൊക്കെയാണ് ഭയങ്കര സങ്കടം. ഒരു കുടുംബത്തോടെ ഒന്നിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ആരും കേൾക്കാനും കാണാനൊന്നും ഇല്ലല്ലോ എന്ന് റബ്ബേന്ന് കരുതാം. പക്ഷേ ബാക്കി വെച്ചിട്ട് പോകുമല്ലോ ചില ആൾക്കാർ. ഒരു കുടുംബത്തിൽ ഒരാളെ 2 ആളെയൊക്കെ മാത്രം ബാക്കി വെക്കുമ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. കുടുംബം ഒന്നാകെ പോയാൽ സങ്കടം ഇല്ലാന്നല്ല, പക്ഷേ എന്താ പറയുക, അതിനെ നമുക്ക് ഓർത്ത് വിലപിക്കാൻ, അതായത് ഇപ്പോൾ മക്കളോ കുഞ്ഞുമക്കളൊക്കെ ബാക്കി വെച്ചിട്ട് പോകുന്നവരോ അല്ലെങ്കിലൊക്കെ ആകുമ്പോൾ ആ കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനത്തെ വിധി ആർക്കും തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനത്തെ ജനിച്ചാൽ എന്തായാലും ഒരു മരണമുണ്ട്, പക്ഷേ ഇതുപോലത്തെ എല്ലാ ദുരന്തങ്ങളും, അതായത് ആക്സിഡൻറ്റുകളൊന്നും ഇല്ലാതെ മരിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ. ആമീൻ. പിന്നെ എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഒരു ഇതാണല്ലോ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, നമ്മൾ വാർത്തയിലൊക്കെ ശവസംസ്കാരമൊക്കെ ഒന്നിച്ച്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക, പറയാൻ വാക്കില്ല സത്യം പറഞ്ഞാൽ. അതൊക്കെ നിങ്ങളും ഞാനൊക്കെ കണ്ടനുഭവിച്ചത് തന്നെ. നമ്മൾ മലയാളികൾ നല്ല മനുഷ്യന്മാരാണ്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇടങ്ങേറുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, പറഞ്ഞറിയിക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് നമ്മൾ 3 ഹോൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബ്രേസ്ലെറ്റും ചെയ്യാം. അതായത് ഇപ്പോൾ ഇതുപോലെ ബ്രേസ്ലെറ്റും ചെയ്യാം കേട്ടോ. ബ്രേസ്ലെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ ജോക്കർ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ജോക്കർ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നൂലിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ഗിയർ വയറിലും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിൽ ഹുക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഹുക്ക് ഇട്ടുകൂടി കാണിച്ചു തരാം. പിന്നെ അവസാനം ഞാനിത് എന്നോ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നത് 2 ആഴ്ചയായിട്ടുണ്ടാവും ഞാനിത് എടുത്ത് വെച്ചിട്ട്. പിന്നെ ഇടാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മൾ ബാക്ക് ത്രെഡാണ് കേട്ടോ. ബാക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫുള്ള് സെറ്റാക്കി എടുക്കുകയാണ്. അത് മാത്രം ഞാൻ വീഡിയോയിൽ ആദ്യം എടുത്ത് വെച്ച വീഡിയോയിൽ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്കിൽ ഫുള്ളായിട്ട് നിൽക്കണം കേട്ടോ. ഫുള്ളായിട്ട് വെച്ചാൽ പകുതി മുക്കാലായിട്ട് നിൽക്കണമല്ലോ, അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ, വീഡിയോ കാണുന്നുണ്ടോ എന്ന് കരുതുന്നത്? ഇങ്ങനെ നിൽക്കണം കേട്ടോ. കണ്ടല്ലോ, നെക്കിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. പക്ഷേ നിങ്ങളിതിൽ കാണുന്ന പോലെയല്ല, വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ. കാരണം വൈറ്റും റെഡുമാണ് വന്നിട്ടുള്ള കോമ്പിനേഷന്. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡ് ആൻഡ് വൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കിതിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല ഭംഗി വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, മഴക്കാറുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ A to Z കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം പുതിയ വെറൈറ്റീസുകൾ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് നമ്മളിതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 സൂചി നൂലെടുത്തിട്ടുണ്ട്. അതായത് 3 സൂചിയിലും നൂല് സെപ്പറേറ്റ് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 ഹോള് നമ്മൾ വൈറ്റും റെഡാണ് ചെയ്യുന്നത്. ബ്ലാക്കും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്കും വൈറ്റും വേറെ ചെയ്യണം എന്ന് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ബ്ലാക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ റെഡോ വൈറ്റോ ബ്ലാക്കോ ഒന്നും സ്റ്റോക്കില്ല. എൻ്റെ അടുത്തൊരു ബേബി പിങ്ക് കളറേ ഉള്ളൂ. ഇനി ഓണം കളക്ഷൻസ് ആകുമ്പോഴത്തേന് എത്തും കേട്ടോ. അപ്പോൾ നമ്മളിത് പശ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സമൂസ എന്ന് ഞാൻ പറയും, ജോഡാപെട്ടിന്നോ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ ലെങ്ത്തിൽ തന്നെ നമുക്ക് സൂചിയും നൂലും ഒരേ ലെങ്ത്തിൽ തന്നെ എടുത്തിട്ട് പശ തേച്ച് ഒട്ടിച്ച് വെക്കുക കേട്ടോ. കുറച്ച് ടൈം തലേന്നൊക്കെ തേച്ച് വെച്ചാലും മതി. എന്നിട്ട് ഇതുപോലെ ഒരേ ലെവലിലേക്ക് എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് എൻഡിൽ
കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സമൂസ ഉണ്ടോ ഇതുപോലെയാണ് സമൂസ കയറ്റേണ്ടത് കേട്ടോ. അതായത് സമൂസയുടെ ഉള്ളിലോട് പുറത്തുനിന്നല്ല ഉള്ളിൽ കൂടിയാണ് കയറ്റേണ്ടത്. നിങ്ങൾ നോക്കുക, നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയായി കിട്ടൂല. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ 2 കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 3 നൂലും കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് സമൂസൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയതിന് ശേഷം കെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അത് അവസാനം ലാസ്റ്റിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിതാ സമൂസേൻ്റെ നിങ്ങൾ കാണുന്നുണ്ട്, ഉള്ളിൽ കൂടിയാണ് കേട്ടോ കയറ്റുന്നത്. അതായത് 3 സൂചിയും ഓരോന്ന് സെപ്പറേറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ കേട്ടോ ഉള്ളിൽ കൂടിയാണ് കയറ്റി കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തെടുക്കുക. കെട്ട് കൂടാതെ ശ്രദ്ധിക്കണം, കാരണം ഗമ്മ് തേച്ചതാണ്. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കുമ്പോഴൊക്കെ കെട്ട് കൂടും, അപ്പോൾ അത് പണി കിട്ടും. അതുകൊണ്ട് കെട്ട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു എന്താ പറയുക, കുറച്ച് ലെങ്ത്തിൽ മാറ്റി വയ്ക്കാം സമൂസ. കുറച്ച് ഓരോ നൂലും സൂചിയും സെപ്പറേറ്റ് വെക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോഴാണ് നമുക്കിത് എന്താ പറയുക കെട്ട് കൂടാതിരിക്കുള്ളൂ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 ഹോൾ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമുക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ജോക്കർ ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അല്ല നിങ്ങൾക്കിത് നെക്ലേസ് പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് 2 ലെയർ ഉണ്ടല്ലോ, 3 ലെയർ കൊടുക്കാതെ ഫസ്റ്റ് ഹോൾ കൂടെ തന്നെ എല്ലാം ഇട്ടിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഹോൾ കൂടെ എല്ലാം ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ 3 ബീഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ബീഡ്സിൽ കട്ടിങ് ഇല്ലാത്ത നോർമൽ ടൈപ്പ് കട്ടിങ് ഇല്ലാത്ത ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. അത് ആദ്യം നമ്മൾ ഒരു സൂചി നൂലെടുത്തിട്ട് 3 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ സൂചി നൂലിലും 3 പീസ്, അങ്ങനെ 3 പീസ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പെർഫെക്ഷൻ വേണം, ഒരു ഭംഗി വേണം. എന്നാലും നമ്മളെ കയ്യിൽ നിന്ന് അത് വാങ്ങുകയുള്ളൂ, ആൾക്കാർ ഇതാക്കുള്ളൂ, ചോദിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതന്നെ സെയിം ഇതിൽ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റും ചെയ്യാം കേട്ടോ. ബ്രേസ്ലെറ്റും ചെയ്യാം, എങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനൊരു മോഡൽ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് 3 ലെയർ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക നെക്ലേസ് രൂപത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു പിടുത്തം പോലെ ഒരു എന്താ പറയുക ഒരു ഭംഗി കിട്ടാവില്ല. കാരണം അടിയിലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 ലെയറൊക്കെ ചെയ്യുമ്പോൾ അടിയിൽ കുറച്ച് ബീഡ്സുകൾ എക്സ്ട്രാ വെക്കണം. അതൊക്കെ നമ്മൾ കുറേ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ കരിമണിയുടെ 3 ലെയർ മാല ചെയ്തപ്പം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നെക്ലേസ് രൂപത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 3 ഹോൾ വെച്ചിട്ട് എന്താ ചെയ്യാന്ന് ഓരോരുത്തർക്ക് അറിയില്ല. ബിഗിനേഴ്സിനൊക്കെ എന്താ ചെയ്യുക, ഏത് മോഡൽ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മോഡൽ കാണിച്ചു തരുന്നത്. പിന്നെ ഇത് നമുക്ക് ബീഡ്സ് ഇടയിൽ കൂടെ ബീഡ്സ് കൊടുത്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. സാധാരണ നോർമൽ ബീഡ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊടുത്തിട്ടൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഐഡിയയ്ക്കനുസരിച്ച് ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ഹോളും 3 ബീഡ്സും 3 നൂലിലും ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റെഡ് കുന്തൻ സ്റ്റോണാണ് 3 ഹോൾ കുന്തനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബീഡ്സ്, അതായത് ഓരോ നൂലിൻ്റെ ഉള്ളിൽ കൂടിയും സൂചിൻ്റെ ഉള്ളിൽ കൂടിയും ഓരോ ബീഡ്സ് നമ്മൾ 3ൻ്റെ ഗോൾഡൻ ബീഡ്സ് ഉണ്ടല്ലോ, മെറ്റാലിക് ബീഡ്സ്, അത് ഓരോന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വൈറ്റ് കുന്തനിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. പിന്നെ റെഡ് ഗോൾഡൻ ബീഡ് വൈറ്റ്, അങ്ങനെ സെയിം മെത്തേഡ് കേട്ടോ. അങ്ങനെ സെയിം മെത്തേഡ് തന്നെ നോക്കുക. സൂചി നിങ്ങൾ ഇതേപോലെ ഒരു ഇതിൽ വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോകും. കാരണം സെക്കൻഡ് ലെയറിൽ കൊടുത്തിട്ട് സെക്കൻഡ് ലെയർ സൂചി എടുത്തിട്ട് ഫസ്റ്റ് മുകളിലത്തെ ഹോളിലൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ നോക്കുക. സെപ്പറേറ്റ് തന്നെ നൂലും സൂചി സെപ്പറേറ്റ് തന്നെ വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാനിവിടെ നമ്മളെന്താ പറയുക നെക്കിൻ്റെ ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, നമ്മൾ കാണുന്ന ഭാഗങ്ങൾ അത് മാത്രമായിട്ട് എടുത്ത്, കാരണം ജോക്കർ ടൈപ്പല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. അല്ല നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പം ഞാനിവിടെ നെക്കിൻ്റെ ഭാഗത്തുള്ളതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് 2 ഹോളും ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് 2 ഹോളും ചെയ്തെടുക്കാൻ പറ്റും. ജോക്കർ ടൈപ്പ് ആണെങ്കിലൊക്കെ നമ്മൾ 2 ഹോൾ വെച്ചിട്ട് ഞാൻ കുറേ 1-2 ടൈപ്പ് കുങ്കുരു വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഓരോ മോഡൽസൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബെൻഡ് പൈപ്പൊക്കെ വെച്ചിട്ട് ഇതും നമ്മൾ ബെൻഡ് പൈപ്പ് വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുങ്കുരൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ സെയിം മോഡൽ തന്നെ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. കാരണം നമ്മൾ 2 ഹോളിലും 4 ഹോളിലും നമുക്ക് കുങ്കുരു വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, കുറേ കാണിച്ചു തന്നിട്ടുണ്ട്. കുന്ത സ്റ്റോൺ വെച്ചിട്ട് പല മോഡലും ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിഫറൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ജോക്കർ ടൈപ്പ് കാണിച്ചു തന്നത് ഡിഫറൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം നിങ്ങൾക്കും തന്നെ ബോറടിക്കും. ഇതിന് സെയിം മെത്തേഡ് തന്നെ ബെൻഡ് ട്യൂബ് കുന്ത സ്റ്റോൺ. അപ്പോൾ ഇതിന് സെയിം ഡിഫറൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ വേറൊരു പാലക്ക സെറ്റ് പോലെ തന്നെ വേറൊരു സെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഉടൻ തന്നെ വരും.
അപ്ലോഡ് ആവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. നമ്മൾ കുറച്ച് ദിവസമായാലും വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസമായി നമ്മളെ കയ്യിൽ മെറ്റീരിയൽസ് എത്തിയിട്ട്. പക്ഷേ ഓരോ ഇതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ തോന്നുന്നില്ല, അത്രയേ ഉള്ളൂ. വീഡിയോസ് എടുത്ത് അപ്ലോഡ് ആക്കാനൊക്കെ ഭയങ്കര മടി, ഒന്നിനും ഒരു ഉഷാറില്ലാത്ത പോലെ. പിന്നെ ആലോചിച്ചിരുന്നിട്ടും ഇതായിട്ടൊന്നും വലിയ കാര്യമല്ല, നമുക്ക് എന്താ പറയുക, പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാക്കണം, ഫുള്ളായിട്ട് കവർ ചെയ്തു. ഇനി നമ്മൾ ഈ സമൂസ ഇട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു കാണാൻ കരുതുന്നു. ഇതാണ്, ഉള്ളിൽ കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഉള്ളിൽ കൂടിയല്ല, നമ്മൾ പുറത്തു കൂടെ ഇട്ടിട്ട്, വീഡിയോ കണ്ടില്ലേ നിങ്ങൾ, ഞാൻ വിട്ടുപോയതാണ്. പുറത്തു കൂടെ ഓരോ സൂചിയും, അതായത് നമ്മൾ എങ്ങനെയാണോ ലെയർ മാല വെച്ചിട്ടുള്ളത്, ആ മാല ജോക്കർ ടൈപ്പ് വെച്ചിട്ടുള്ളത്, സൂചി എങ്ങനെ നിൽക്കുന്നത് അതേപോലെ തന്നെ ആ ലെയറിലോട്ട് തന്നെ ആ വരി നിൽക്കുന്നുണ്ടാവുമല്ലോ ഹോള്, അതിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒരേ ലെവലിൽ തന്നെ നമ്മൾ വലിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഒന്നും അല്ലാതും ഒരേപോലെ തന്നെ ഇല്ലെന്നിൽ വലിച്ചെടുക്കാൻ നോക്കുക, എവിടെയും ലൂസായിട്ട് കിടക്കരുത്. എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ഗമ്മ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി ബാലൻസ് നമ്മൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, എന്താ ബാക്ക് ത്രെഡ് ഉപയോഗിക്കുന്നത്, ബാക്ക് ത്രെഡോ ബാക്ക് ചെയിനോ ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യട്ടോ. ഫസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ച് അതേ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിത് 150, 200, 250 ആ റേറ്റിൻ്റെ ഉള്ളിൽ വിൽക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുന്ത സ്റ്റോൺ പറഞ്ഞാൽ അത്ര പെട്ടെന്ന് കളറൊന്നും നൽകുന്നില്ല, എന്നാലും കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളർ കൊടുക്കും. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ വിയർപ്പിൻ്റെ ഇതുണ്ടാവുമല്ലോ, അതിനനുസരിച്ചൊക്കെ വരും കേട്ടോ. എന്നാലും ഞാനിപ്പോൾ 2 ഹോൾ വെച്ച് കുന്ത സ്റ്റോൺ ചെയ്ത് ഞാൻ മാല കുറേ ഇപ്പോൾ ഒരു 5 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെയും കളറൊന്നും ഇളകിയിട്ടില്ല. പിന്നെ അത് പ്ലേറ്റഡ് ചെയ്ത് വരുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്, 150 ആ റേറ്റിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കിട്ടുന്ന റേറ്റാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അതിൽ കുറച്ചിട്ട് കിടക്കുന്നുണ്ട് എനിക്കറിയില്ല. നമുക്ക് പിന്നെ ഇത് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഗമ്മ വെച്ച് B7000 ഗമ്മാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആ ഗമ്മ വെച്ചിട്ട് ഒന്ന് ഗമ്മ വെച്ചാൽ മതി, അപ്പോൾ അവിടെ ജോയിൻ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം വെറൈറ്റി വീഡിയോസുകൾ അതുപോലെ തന്നെ വെറൈറ്റി മോഡൽസുകളൊക്കെ നമ്മൾ ജില്ലർ ഐറ്റംസ് ആണെങ്കിലൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും അതാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. അല്ലാതെ ടഫായിട്ടുള്ളതൊന്നും നമ്മൾ കാണിക്കില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എനിക്കും സുഖമെന്ന് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്കൊന്നും ബിഗിനേഴ്സിനൊന്നും ഇതെന്തിനാ പറ്റുകയെന്ന് അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സേഫായിട്ടിരിക്കുക എല്ലാവരും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും കേട്ടോ.